സൂത്രകാഴ്ച പിടുങ്ങുന്ന തള്ളുദാസന്മാർ. ആത്മീയമണ്ഡലത്തിൽ ഇന്ന് തിളങ്ങുവാൻ ഏറ്റവും ആവശ്യം വചനം ഗ്രഹിച്ചുള്ള അറിവല്ല, മറിച്ച് മൊണ്ണകളുടെ മുഖത്തു നോക്കി നല്ല തള്ളുതള്ളാനുള്ള തൊലിക്കെട്ടിയും കഴിവുമാണ്. സർട്ടിഫൈഡ് എ ക്ലാസ് തള്ളുകാരായ 3 തള്ളുവണ്ടികളെയാണ് ഇന്ന് ഞങ്ങൾ ഞായറാഴ്ച വിഭവത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. തള്ളുമാലയിൽ ആദ്യം കോർക്കുന്ന തള്ളുദാസൻ ഒരു പിതൃഘാതകനാണ്, അതായത് അപ്പനെ തല്ലിക്കൊന്നവൻ. ലവനാണ് തള്ളു ബിജു. ഇവൻ മൊത്തത്തിൽ അബ്നോർമലാണെന്ന് ഇവൻ തന്നെ നാട്ടുകാരോട് വിളിച്ചു പറയുന്നത് കേൾക്കുക. ഇവനെ കാണുമ്പോൾ ഇവന്റെ ഭാര്യ തന്നെ ചിരിച്ച് മരിക്കുന്നത് ഇവന്റെ രോഗം എന്താണെന്ന് അവർക്ക് മനസ്സിലാകാത്തത് തള്ളു ബിജുവിന് മാത്രമാണ്. തള്ളി സഹ്യപർവ്വതം പോലും മറിച്ചിടുവാൻ പ്രാപ്തിയുള്ള മറ്റൊരു തള്ളുവണ്ടിയെയും നിങ്ങൾക്ക് രണ്ടാമതായി ഇനി കാണാം. ലവന്റെ മാരകമായ തള്ളൽ കൊണ്ട് UPS അല്ല, മൂലമറ്റം ബറു ഹൗസിലെ ജനറേറ്ററുകൾ പോലും പൊട്ടിത്തെറിക്കുവാൻ സാധ്യതയുണ്ട്. മൂന്നാമതായി നാം കാണാൻ പോകുന്നത് തള്ളി ഒട്ടായിപ്പോയ അഭിഷേകം അളിഞ്ഞൊഴുകുന്ന ഒരു പാതിരിയെയാണ്. ലവന്മാരെ 3 എണ്ണത്തിനെയും നിലവിലെ സാഹചര്യത്തിൽ അതിർത്തിയിൽ 3 ദിക്കിലായി കൊണ്ടുവച്ചാൽ ശത്രുക്കൾ ജീവനും കൊണ്ട് ഓടി ഒളിക്കും. ഒരൊറ്റ ബുള്ളറ്റ് പോലും പാഴാക്കേണ്ട ആവശ്യമില്ല. ഇവന്മാർ തള്ളി ലവരെ ഓടിച്ചു കളയും. ഇവന്മാരുടെ സാമ്പിൾ തള്ള് നമുക്ക് ആദ്യം കാണാം. എൻ്റെ അനുഭവം എന്ന് പറയാം. ഞാൻ ഈ കൊല്ലം ടൗൺ AGയിലെ മീറ്റിംഗ് കഴിഞ്ഞ് രാത്രി പോയി കേട്ടോ. എൻ്റെ കൂടെ ഒരുത്തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഉറങ്ങുമ്പോൾ എന്നെ തട്ടി ഉണർത്താൻ. അവൻ കയറിയപ്പോൾ ഉറങ്ങാൻ തുടങ്ങി. ഹൈവേയിലോട്ട് കയറി. ഞാൻ അടുത്ത് നോക്കുമ്പോൾ അവൻ നല്ല ഉറക്കവാ. വിളിക്കണ്ടെന്ന് കരുതി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും ഉറങ്ങാൻ തുടങ്ങി. വണ്ടി പോകിയ കൊച്ചിക്ക് ഹൈവേ കൂടി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ബഹളമൊക്കെ കേൾക്കാം. ഒരു തമിഴൻ ലോറി മുമ്പിൽ കൊണ്ട് ചവിട്ട് നിർത്തി. അയാളുടെ വണ്ടിക്കെട്ടൊക്കെ ഭയങ്കര ശബ്ദം അടിച്ചു. ഞാൻ ചാടി എന്നിട്ടു ബ്രേക്ക് ഔട്ട് നിർത്തി. ഇവൻ ഇറങ്ങി വന്നിട്ട് എന്നോട് ഇറങ്ങിയാണ്. എവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കുന്നത്? എത്ര കിലോമീറ്ററായി ഞാൻ ഹോൺ അടിക്കുന്നത്? എന്തൊരു ഉറക്കമാണോ? അപ്പൊ മറ്റേ പുള്ളി എഴുന്നേറ്റ് വരുന്നേ ഉള്ളു, കണ്ണൊക്കെ തിരുമ്മി. എന്നോട് പറയുക, എത്ര കിലോമീറ്റർ ആയെന്നറിയോ ഞാൻ ഹോൺ അടിക്കുന്നത്? ഞാൻ എത്ര കിലോമീറ്റർ ആയി? ഒരു 6 കിലോമീറ്റർ എങ്കിലും ആയിട്ടുണ്ട്. ചേട്ടൻ ഹോൺ അടിച്ചോ? ഹോൺ അടിച്ചു. ഞാൻ കേട്ടില്ലേ, അതുകൊണ്ടല്ലേ വണ്ടി അവിടെ നിർത്തിയത്. ഇന്നലെ രാത്രി കരണ്ടില്ല. പെട്ടെന്ന് കരണ്ട് വന്നു. ഒറ്റയടിക്ക് വന്ന കരണ്ട് UPS വരെ അടിച്ചങ്ങ് പോയി, കത്തിപ്പോയി. സ്റ്റെബിലൈസർ ഉൾപ്പെടെയാ പോയത്. ഞാൻ രാത്രി വിഷമിച്ചു. ഞാനൊന്നും മിണ്ടാതെ എൻ്റെ വിഷമത്തിൻ്റെ ഞാൻ ഇവിടെ കിടന്നു. ഇവിടെ അങ്ങ് നെടുമ്പാടങ്ങ് കിടന്നു. എങ്ങ് മാനസികമായിട്ട്, കാരണം ഇത് തിങ്കളാഴ്ച ചൊവ്വാഴ്ചയാണ് കുഴപ്പമില്ല, നന്നാക്കാൻ സമയമുണ്ട്, നമുക്ക് വാങ്ങിക്കാൻ വേണം. ഇന്ന് ഞായറാഴ്ച എന്തോ ചെയ്യാനാ. ഒന്നാമത് പുറത്തെ ചൂട് അധികമാണ്, ഭീകര ചൂടാണ്. ഞാനങ്ങ് മാനസികമായിട്ട് വിഷമിച്ചു. രാത്രി കിടന്ന് ഞാൻ പ്രാർത്ഥിച്ചു, ഒന്ന് നിലവിളിച്ച് ഞാൻ, കർത്താവേ പോയാൽ എങ്ങനെ കർത്താവേ? എൻ്റെ അകത്ത് വിശ്വാസം വർദ്ധിച്ചു. ഞാൻ എന്നെ കൂളായിട്ട് കാണാൻ തുടങ്ങി. ഞാൻ കടന്നപ്പോൾ രാത്രി ഒരു സ്വപ്നം കണ്ടു. ഈ AC-യുടെ ഈ സ്റ്റെബിലൈസർ പച്ച ലൈറ്റ് കത്തുന്ന കാണുക. അവരോട് ചോദിച്ചാൽ അറിയാം. ഞാൻ സാധാരണ എഴുന്നേറ്റ് ഞാൻ അങ്ങ് മുറി പോയിരുന്ന് പ്രാർത്ഥിക്കില്ല പതിവ്. ഞാൻ എഴുന്നേറ്റ് അവിടെ പോയിരുന്ന് കുറച്ചു നേരം പ്രാർത്ഥിച്ചു. ഒരു 10-15 മിനിറ്റ് പ്രാർത്ഥിച്ചപ്പം ഞാൻ ഇന്നലെ കണ്ട സ്വപ്നത്തെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. സ്വപ്നം കണ്ടത് വിശ്വാസം എൻ്റെ അകത്തേക്ക് വർദ്ധിക്കാൻ ഞാനങ്ങ് തീരുമാനിച്ചു. കണ്ടെങ്കിൽ അത് നടന്നിരിക്കണം. ഞാൻ നടന്നു ഓൺ ചെയ്തപ്പം എല്ലാം പെർഫെക്റ്റ്. ഈ കൈ കൊണ്ട് 3 പ്രാവശ്യം എൻ്റെ അപ്പനെ കൊല്ലാൻ പിടിച്ചു. ഒരു പ്രാവശ്യം അപ്പൻ ചത്തു, ബോധം പോയി, താഴെ വീണു, അനക്കമില്ല, നാടുവിട്ടു. രാജീവ് ഗാന്ധി വെടികൊണ്ട് മരിക്കുമ്പോൾ തമിഴ്നാട്ടിൽ ഞാൻ അപ്പനെ കൊന്നിട്ട് ഒളിവിലിരിക്കുക. എനിക്ക് ഈ ചിരിക്കുന്ന പെണ്ണുങ്ങളെയാ ഇഷ്ടം. ഒരു സഹോദരൻ പറഞ്ഞു, അത് കുടുംബത്തോട്ട് കയറി ചെല്ലുമ്പോൾ ഇവര് ചിരിച്ചാൽ തന്നെ ഒരു ആനന്ദമാണ്. അല്ലാതെ നൈറ്റിയൊക്കെ കയറ്റി കുത്തി വെച്ച് കയറി വാടാ കാണിച്ചു തരാമെന്നും പറഞ്ഞ് ഇരിക്കുന്നതിന്റെ കുടുംബത്തോട്ട് എല്ലാം നമുക്ക് തോന്നുമോ? അല്ലേ?
അല്ലേ? ചിലതൊക്കെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ഈ റോഡ് പണി കഴിഞ്ഞ് വന്നതുപോലെ ആമേൻ ഈ നൈറ്റിക്കകത്ത് ആമേൻ മസാലപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടിയും എല്ലാം ഉണ്ടാകും. വീട്ടിൽ കയറാൻ തോന്നത്തില്ല, വല്ല വഴിയും പോകാൻ തോന്നും അല്ലേ? പക്ഷെ ചിരിക്കുന്നൊരു ഭാര്യ ഉണ്ടെങ്കിൽ ചെല്ലാനൊരു സന്തോഷമാണ് അല്ലേ? ഞാൻ പറഞ്ഞു, കർത്താവേ എനിക്ക് ചിരിക്കുന്നൊരു ഭാര്യ വേണം. ഒരു അല്ലല്ലോ എന്ന് പറഞ്ഞേ. കിട്ടിയവർക്ക് കിട്ടി, കിട്ടാനുള്ളവർക്കുള്ള ദൂത ഒന്ന് സ്വതന്ത്രം പറഞ്ഞേ. ആമേ, ചിരിക്കുന്ന ഭാര്യ വേണം. അങ്ങനെ എനിക്ക് പ്രാർത്ഥിച്ചൊരു പെണ്ണിനെ കിട്ടി. 24 hours ചിരിയ. വേണമെങ്കിൽ ഇപ്പൊ വിളിച്ച് വീഡിയോ കോൾ ചെയ്ത് തരാം. വിളിച്ച ചിരിയ. അവൻ ചിരി എന്ന് പറയുന്ന ഒടുക്കത്തെ ചിരിയ, നിർത്തത്തില്ല. ഞാൻ ചോദിക്കും, പെണ്ണെ നിന്റെ വാക്കിഴക്കത്തില്ലേ? 24 മണിക്കൂറും ചിരിയ. എൻ്റെ നേഴ്സിംഗ് പഠനകാലത്ത് ആദ്യ വർഷം ഞാൻ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്കോടെ പാസ്സായി. രണ്ടാം വർഷമൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് പതുക്കെ എഴുതാൻ ബുദ്ധിമുട്ട് വന്നു തുടങ്ങി. എനിക്ക് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് നഷ്ടപ്പെട്ടു. എനിക്കൊരു ഒപ്പിടാൻ പറ്റാണ്ടായി. ആകെ ഞാൻ അതുകൊണ്ട് വളരെയധികം വിഷമിച്ചു. ശരിക്കും നല്ല ഹാൻഡ് റൈറ്റിംഗ് അതൊക്കെ മാറി അല്ലേ? ഒപ്പിടാൻ പോലും പറ്റാതെയായി. അതെ, ഞാൻ നന്നായിട്ട് എഴുതിക്കൊണ്ടിരുന്നതാണ്. ഇവ ശരിക്കും കൈയക്ഷരമൊക്കെ പോയി, അങ്ങനെ എഴുതാൻ പറ്റണില്ല, അങ്ങനത്തെ അവസ്ഥയായി അല്ലേ? അതെ അതെ. അങ്ങനെ രണ്ടാം വർഷം എക്സാം, ഞാൻ ഇതുവരെ എക്സാമിനൊന്നും അങ്ങനെ തോറ്റിട്ടില്ല. ആദ്യമായിട്ട് ഞാൻ ഒരു സബ്ജക്റ്റിന് തോറ്റുപോയി. അപ്പോൾ അത് കാര്യമാക്കിയില്ല. ഞാൻ വീണ്ടും പ്രാർത്ഥിച്ച് അടുത്ത സപ്ലി എക്സാം എഴുതി. എന്നാൽ വീണ്ടും അതേ സബ്ജക്റ്റിന് ഞാൻ പിന്നെയും തോറ്റുപോയി. എനിക്കൊരു ഡെങ്കു ഫീവർ വന്നു. അത് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒട്ടും എഴുതാൻ പറ്റാണ്ടായി. അങ്ങനെ ഞാൻ ചെറുപ്പം തൊട്ടിലെ അഭിഷേകാഗ്നി ഞായറാഴ്ച വീട്ടിൽ എല്ലാവരുടെയും കൂടെ ഇരുന്ന് കാണുന്നതാണ്. അങ്ങനെ ഞാൻ എക്സാമിൻ്റെ തലേ ദിവസം അഭിഷേകാഗ്നി മൊബൈലിൽ കണ്ട് പ്രാർത്ഥിച്ച് എനിക്ക് മനസ്സിലൊരു തോന്നൽ തുടങ്ങി, എന്തായാലും എനിക്ക് വലതുകൈ കൊണ്ട് എഴുതാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇടതുകൈ കൊണ്ട് പോയി എഴുതിയേക്കാം. ഞാൻ പ്രാക്ടീസ് ഒന്നും ചെയ്തില്ല. അതുവരെ ഇടതുകൈ എഴുതിയിട്ടില്ല? ഇല്ലില്ല. ശരി, നിങ്ങൾ ചിന്തിച്ചു, നിങ്ങൾ പെട്ടെന്ന് നിങ്ങളെ ഇടതുകൈ കൊണ്ട് പരീക്ഷ എഴുതാൻ പോകണമെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? കാരണം അത്രയും ക്രിട്ടിക്കൽ സ്ഥിതിയായി. ഓക്കെ, അതെ, തോക്കൂലേ, തോക്കാൻ വേണ്ടി എഴുതുന്നതാണോ എന്നൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചു. സപ്ലി എക്സാം അടക്കം 5 എക്സാം എഴുതി. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 5 സബ്ജക്റ്റിന് ഞാൻ പാസ്സായി. ദൈവം അത്ഭുതകരമായ ഞെരുക്കത്തിൽ സഹായിച്ചു. എല്ലാം പാസ്സായി. അതെ, എല്ലാം പാസ്സായി. മറ്റേ നല്ല വലതുകൈകൊണ്ട് നന്നായിട്ട് ഒരുങ്ങിയിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കുമായിരുന്നു. ഇപ്പം അതങ്ങോട്ട് മാറി. അങ്ങനെ 4ാം വർഷവും ഞാൻ എൻ്റെ എക്സാം ഇടതുകൈ കൊണ്ട് എഴുതി ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി. 4 മുഴകൾ ലങ്സിൽ വന്നത്. അതാണ് അഭിഷേകത്തിന് പ്രോഗ്രാം കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ചിരുന്ന സ്കാനിങ് ചെയ്ത് നോക്കുമ്പോൾ ഒരൊറ്റ മുഴയില്ല. കൈകൾ ഉയർത്തിയടിച്ച് കർത്താവിനെ ആരാധിക്കാം. നന്നായി കൈയടിച്ച് ക്ഷീണങ്ങൾ മാറട്ടെ, അഭിഷേകം നിറയട്ടെ. ഹോളി സ്പിരിറ്റ്, ശക്തിയുടെ അഭിഷേകം, അത്ഭുത അഭിഷേകം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓർക്കുക, ഇമാതിരി മുടിഞ്ഞ തള്ളുകൾ തള്ളുന്നത് അത്താഴപ്പട്ടണിക്കാരുടെ നിക്കറിൽ കിടക്കുന്ന ആ സൂത്രക്കാഴ്ച പിടുങ്ങാൻ വേണ്ടിയാണെന്ന് മനസ്സിലാക്കണം. ഇനി നമുക്ക് ശ്രീ റോണി തള്ളുദാസന്മാരുടെ ആ തൊലിയിരിക്കുന്നത് കാണാം. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ബിജു എന്ന തള്ളു പാസ്റ്ററിനെ കുറിച്ച് അദ്ദേഹം നടത്തിയ ചില തള്ളലിനെ കുറിച്ച് ഞാൻ സംസാരിക്കുകയുണ്ടായി. ഇതിനോടനുബന്ധിച്ച് പെന്തക്കോസ്ത് തലത്തിലുള്ള ചില കള്ള പാസ്റ്റർമാരും ചില അടിമ വിശ്വാസികളും പലതരത്തിലുള്ള ന്യായീകരണങ്ങളുമായും ചീത്തവിളികളുമായും സോഷ്യൽ മീഡിയയിൽ മുന്നോട്ട് വരുന്നത് കണ്ടു. പക്ഷേ ആ വീഡിയോയിൽ ഞാൻ ഉന്നയിച്ച ചോദ്യങ്ങൾ ഇപ്പോഴും ചോദ്യങ്ങളായി തന്നെ അവശേഷിക്കുന്നു. ഈ ചോദ്യങ്ങളെ സംബന്ധിച്ച് തള്ളു ബിജുവോ ഈ അടിമ കുഞ്ഞാടുകളോ ഒരു ഉത്തരം നൽകിയതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെയാണ് ചില പെന്തക്കോസ്ത് അടിമക്കുഞ്ഞാടുകളുടെ ഈ പരാക്രമം കാണുമ്പോൾ. ഞാൻ ഈ തള്ളു ബിജുവിനെ കുറിച്ച് സംസാരിച്ച വീഡിയോയിൽ ഒരു കാര്യം ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ ബിജുവിൻ്റെ ഒരു പ്രസംഗം മാത്രം കേട്ടിട്ടല്ല ഞാൻ ബിജുവിനെ വിലയിരുത്തിയത്. ബിജുവിൻ്റെ കുറച്ചേറെ പ്രസംഗങ്ങൾ കേട്ടതിന് ശേഷമാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. അതുകൊണ്ട് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞത് ബിജുവിൻ്റെ പൊതു സ്വഭാവം എന്ന് പറയുന്നത് കള്ളങ്ങളും തള്ളലുകളുമാണ്. ആ തള്ളലിൻ്റെ ഒരു ചെറിയ ഭാഗം എടുത്താണ് അന്ന് ഞാൻ പൊതുസമൂഹത്തിൽ അവതരിപ്പിച്ചത്. എനിക്ക് ഈ തള്ളു ബിജുവിനോട് പറയാനുള്ളത്, എല്ലാവരും തൻ്റെ മുമ്പിൽ ഇരിക്കുന്ന മൊണ്ണക്കുഞ്ഞാടുകളുടെ കൂട്ടാണ് ഈ ലോകത്ത് ജീവിക്കുന്നതെന്ന് ബിജു കരുതരുത്.
ഞങ്ങളുടെ ഒന്നും തലച്ചോറ് ഒരു പാസ്റ്റർക്കും പാതിരിക്കും പണയം വെച്ചിട്ടില്ല. അതുകൊണ്ട് നീയൊക്കെ പറയുന്ന കാര്യങ്ങൾ കള്ളമാണോ തള്ളാണോ എന്ന് വിവേചിച്ചറിയാനുള്ള കഴിവ് ഞങ്ങൾക്കുണ്ട്. ഇനിയും ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ബിജുവിനെ അമിതമായി ന്യായീകരിച്ച് മുന്നോട്ട് വന്ന പെന്തക്കോസ്ത് അമ്മമ്മമാരോടും അച്ചായന്മാരോടും കൂടിയാണ്. നിങ്ങൾ എത്ര കാലം ഈ കള്ളങ്ങളും തള്ളുകളും മാത്രം തട്ടിവിടുന്ന ഈ ബിജുവിനെ തോളയിൽ ചുമന്നുകൊണ്ട് നടക്കും? ഈ വീഡിയോയിൽ തള്ളു ബിജു നടത്തിയിരിക്കുന്ന തള്ള് ജാലിയൻ കണാരൻ വരെ തോറ്റുപോകുന്ന തള്ളാണ്. ഒരു കാര്യത്തിന് 9 തള്ള് എന്ന കണക്കിനാണ് ബിജു തള്ളിക്കൊണ്ടിരിക്കുന്നത്. തള്ളു ബിജുവിനെ തോളയിൽ എടുത്തു വെച്ചുകൊണ്ട് നടക്കുന്ന അടിമ കുഞ്ഞാടുകളോടാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഈ ബിജുവിന് ഗിന്നസ് ബുക്കിൽ കയറാനായിട്ടുള്ള ഒരു അവസരമാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് 6 കിലോമീറ്റർ ഒരാൾ പൂർണ്ണമായി ഉറങ്ങി ഹൈവേയിൽ കൂടി വണ്ടി ഓടിച്ച് യാത്ര ചെയ്തുവെങ്കിൽ തീർച്ചയായിട്ടും അത് ഗിന്നസ് ബുക്കിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഇതിന് കൈയടിച്ച് സ്തോത്രം പറഞ്ഞ ആത്മാവിലായ പെന്തക്കോസ്തുകാരന്മാർ ഇനിയെങ്കിലും തള്ളു ബിജുവിനെ ഗിന്നസ് ബുക്കിൽ വരാനുള്ള അവസരം നിഷേധിക്കരുത്. കാരണം ബിജു തള്ളി ഗിന്നസ് ബുക്ക് വരെ കയറേണ്ട തള്ളാണ് ബിജു തള്ളിയിരിക്കുന്നത്. അതിലേറ്റവും രസകരമായിരിക്കുന്ന ഭാഗം ബിജു ബ്രേക്ക് ചവിട്ടി വണ്ടി നിർത്തിയ ഭാഗമാണ്. അതായത് ഒരു ലോറിക്കാരൻ ബിജുവിൻ്റെ വണ്ടിയുടെ മുൻപിൽ കൊണ്ട് നിർത്തിയിട്ട് ആ ലോറിക്കാരൻ അയാളുടെ വണ്ടിയിൽ അടിച്ച് ശബ്ദമുണ്ടാക്കി. അത് കഴിഞ്ഞ് ബിജു ബ്രേക്ക് ചവിട്ടി വണ്ടി നിർത്തി. ഇത് കേട്ട് കൈയടിച്ച് ആത്മാവിലായ ഒരടിമ കുഞ്ഞാടും ബിജുവിനോട് ചോദിച്ചില്ല ബിജുവിൻ്റെ വണ്ടി എന്തേ ആ ലോറിക്ക് പോയി ഇടിച്ചില്ല എന്ന്. എനിക്ക് ഈ തള്ളു ബിജുവിനോട് പറയാനുള്ളത്, തള്ളുമ്പോൾ ഒരു ന്യായമായ തള്ളു ഇങ്ങനെ അങ്ങ് തള്ളാതെ. തൻ്റെ മുമ്പിലിരിക്കുന്ന ആൾക്കാർക്ക് തലച്ചോറില്ലെന്ന് കരുതി ലോകത്തിലുള്ള എല്ലാവരും അങ്ങനെയല്ല. ഇപ്പോൾ അവർക്ക് വേണ്ടി മാത്രം താൻ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ പ്രശ്നമില്ല. താൻ ഇതെടുത്ത് യൂട്യൂബിൽ പബ്ലിക്കായിട്ട് ഇട്ട് കഴിയുമ്പോൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ ഇത് പെടുമ്പോൾ ഇത് തള്ളാണ് എന്നുള്ളത് മനസ്സിലാകുമ്പോൾ അത് പൊതുസമൂഹത്തിലോട്ട് ഇങ്ങനെ ഒരു പാസ്റ്റർക്ക് എങ്ങനെ കള്ളം പറയാനും തള്ളാനും കഴിയുന്നു എന്നുള്ളത് ചിന്തിക്കുമ്പോഴാണ് ഇത് പൊതുസമൂഹം അറിയേണ്ടതാണ്. ഇങ്ങനത്തെ തള്ളുകൾക്കും കള്ളങ്ങൾക്കുമാണ് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന മൊണ്ണക്കുഞ്ഞാടുകൾ തൻ്റെ പുറകിൽ നടക്കുന്നത് എന്നുള്ളത് പൊതുസമൂഹം അറിയേണ്ടതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രവൃത്തികൾ ചെയ്യുന്നത്. എന്നെ കേൾക്കുന്ന ആത്മീയ വ്യവസായികൾക്ക് തലച്ചോറ് പണയം വെച്ചിട്ടില്ലാത്ത ആൾക്കാരൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരാള് 6 കിലോമീറ്റർ ഉറങ്ങി ഹൈവേയിൽ വണ്ടി ഓടിക്കുന്നു. എന്നിട്ട് മുന്നിൽ കൊണ്ട് ചവിട്ടി നിർത്തിയ ലോറിയിൽ ഇടിക്കാതെ ആ വണ്ടി ബ്രേക്ക് ചവിട്ടി നിർത്തുന്നു. ഈ തള്ളു ബിജു പറയുന്നു അവനും അവൻ്റെ കൂടെയുള്ള ആൾക്കാരും നല്ല ഉറക്കത്തിലായിരുന്നു എന്നുള്ളത്. ഇതുപോലെയുള്ള ഒരു പിടി തള്ളുകളും കള്ളങ്ങളും കൊണ്ട് ആത്മീയ ലോകത്തെ വശീകരിച്ചെടുത്തിരിക്കുകയാണ് ഇന്നത്തെ ന്യൂജൻ പാസ്റ്റർമാർ. ഇതിൻ്റെ കൂടെ പാസ്റ്റർമാർ മാത്രമല്ല കള്ളപ്പാതിരിമാരും ഉണ്ട്. അതിൽ അഭിഷേകാഗ്നിയും കൃപാസനവും ഒക്കെ പെടും. 80% ആൾക്കാരും വിശുദ്ധ തിരുവചന സത്യങ്ങൾ കേൾക്കാതെ മനസ്സിലാക്കാതെ കള്ളപ്രവാചകന്മാരുടെയും പാതിരിമാരുടെയും മധുരത്തിൽ പൊതിഞ്ഞ കള്ളങ്ങൾ കേൾക്കാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ചില കൂട്ടരുണ്ട് അത്ഭുതം കാണാൻ നടക്കുന്നവർ. ഇതിൽ കൃപാസന പത്രം ചവച്ചരച്ച് ഉരുട്ടി വിഴുങ്ങി അത്ഭുതം നേടാൻ നടക്കുന്ന ജന്തുക്കൾ വരെ പെടും. ഇതൊക്കെ നടക്കുന്നത് 100% സാക്ഷരത നേടിയ നമ്മുടെ കൊച്ചു കേരളത്തിലാണെന്നുള്ളത് ഓർക്കണം. ഇന്ന് യഥാർത്ഥ സത്യസുവിശേഷം സംസാരിക്കുന്ന പാസ്റ്റർമാരെയോ പാതിരിമാരെയോ കേൾക്കാൻ ആൾക്കാരില്ല. ഇതുപോലെയുള്ള ബിജുവിനെ പോലെയുള്ള അല്ലെങ്കിൽ ഗുണ്ടാ പാസ്റ്ററിനെ പോലെയുള്ള ആൾക്കാരുടെ തള്ളൽ കേൾക്കാനാണ് ഇന്ന് ജനങ്ങൾ ഇഷ്ടം പോലെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ആത്മീയ ലോകത്തിൽ ഗുണ്ടകളെ മാത്രം മതി. ജയിലിൽ കിടന്ന് പുറത്തോട്ട് വന്ന് വേദപുസ്തകം എടുത്ത് കാശുണ്ടാക്കാൻ ഇറങ്ങിയവന്മാരെ പാസ്റ്റർമാരാക്കി നമ്മുടെ നാട്ടിൽ പ്രവാചകന്മാരാക്കി അപ്പോസ്തലന്മാരെന്ന ലേബൽ ഒട്ടിച്ച് അഭിഷക്തൻ എന്നുള്ള ഓമനപ്പേര് നൽകി അവൻ്റെ മുൻപിൽ സ്നാനമേൽക്കാൻ പോയി നിൽക്കുന്ന മൊണ്ണക്കുഞ്ഞാടുകളുടെ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. പിന്നെ വീട്ടിൽ ഒരു പണിയുമില്ലാത്ത കുറേ അമ്മാമ്മമാർ ഇവന്മാരുടെ ആരാധികമാരായി തീർന്നിട്ട് ഇങ്ങോട്ട് പുറത്തോട്ടിറങ്ങും. എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയോ? എന്നാ ഡെലിവറൻസ് ആരെന്നറിയാമോ? എന്തുവാണ് ആ ഡെലിവറൻസ്? സ്വന്തം അപ്പനെ കൊന്നു എന്ന് പറഞ്ഞ് തള്ളുന്ന തള്ളു ബിജുവിനെ പോലെയുള്ള പാസ്റ്റർമാരാണ് ഇന്ന് പെന്തക്കോസ്ത് സ്ഥലത്തെ നയിക്കുന്നത്. സ്വന്തം അപ്പനെ അനുസരിച്ചു സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ ഇന്ന് ആത്മീയ ലോകത്ത് മാർക്കറ്റില്ല. സ്വന്തം അപ്പനെ കൊന്നു മർദ്ദിച്ചു എന്ന് പറഞ്ഞ് തള്ളിയാൽ പിന്നെ അഭിഷക്തനാണ്. ബിജു സ്വന്തം അപ്പനെ കൊന്നു എന്ന് പറഞ്ഞ് തള്ളിയപ്പോൾ ആത്മാവിലായ അമ്മാമ്മമാരാണ് അവൻ്റെ മുമ്പിലിരുന്നത്. ഞാൻ ചിന്തിക്കുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ ആത്മാവിലാകുന്ന അമ്മാമ്മമാർക്ക് കാര്യമായിട്ട് എന്തോ കുഴപ്പമുണ്ട്. അത് ഏത് ആത്മാവിലാണ് ഇവരായെന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. അതൊരിക്കലും ദൈവാത്മാവല്ല. ബൈബിൾ അനുസരിച്ച് കള്ളങ്ങളും തള്ളുകളും പറയുന്നത് പിശാചു മാത്രമേ ഉള്ളൂ. ഇതുപോലെയുള്ള അഭിഷക്തന്മാർ ഈ തള്ളലിലൂടെ എന്ത് സന്ദേശമാണ് ഇന്നത്തെ യുവജനതയ്ക്ക് നൽകുന്നത്?
അടുത്തൊരു പ്രവാചക ഗുണ്ട അഭിഷക്തനാണ് ഗുണ്ടാജിനോ. കത്തിപ്പോയ UPS, AC, സ്റ്റെബിലൻസ് വരെ പുള്ളി കൂളായിട്ട് പ്രാർത്ഥിച്ച് ശരിയാക്കും. നിങ്ങളുടെ വീട്ടിൽ കത്തിപ്പോയ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എടുത്തുകൊണ്ട് ഈ ഗുണ്ടാ പ്രവാചകന്റെ അടുത്തോട്ട് ചെല്ലുക. അവൻ കൂളായിട്ട് പ്രാർത്ഥിച്ച് അത് ശരിയാക്കി കൈ തരും. ഒരു ഇലക്ട്രീഷ്യനെയും വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് ഈ ഗുണ്ടാ പ്രവാചകനോട് ചോദിക്കാനുള്ളത്, നീ എത്ര കാലം ഈ ആൾക്കാരെ ഇങ്ങനെ പറ്റിക്കും? അതുപോലെ തന്നെ വട്ടായിപ്പാതിരിയുടെ അഭിഷേകാഗ്നി ധ്യാനത്തിൽ പങ്കെടുത്താൽ കൈയും കൊണ്ടല്ല കാലും കൊണ്ട് വരെ പരീക്ഷ എഴുതാൻ പറ്റും. അതുപോലെ തന്നെ പഠിക്കാത്ത ഏത് മണ്ടന്മാർക്ക് ഏത് പരീക്ഷ വേണമെങ്കിലും എഴുതി പാസ്സാക്കാം. ഈ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിച്ച് ജയിക്കുന്നവരൊക്കെ മണ്ടന്മാരായിട്ടാണ് വട്ടായിപ്പാതിരിയുടെ അഭിഷേകാഗ്നി ധ്യാനം തെളിയിക്കുന്നത്. ഈ പാതിരി എത്ര നാൾ ഇങ്ങനെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കും? അവസാനമായി ചില കാര്യങ്ങൾ എനിക്ക് തള്ളു ബിജുവിനോട് പറയാനുള്ളത്. ബിജു, നീ തള്ളിക്കു, എത്ര പറഞ്ഞാലും നീ നിന്റെ തള്ളു നിർത്തില്ല. പക്ഷെ രാവും പകലും ഈ വിറകടുപ്പിലും ചാരത്തിലും കരിപ്പാത്രങ്ങളും മെഴുകിയും കഷ്ടപ്പെടുന്ന സ്ത്രീകളെ അപമാനിക്കരുത്. കുടുംബം കലക്കാൻ നടക്കുന്ന നീയാണോ പാസ്റ്റർ? കഷ്ടപ്പെടുന്ന പെണ്ണുങ്ങളെ കാണുമ്പോൾ നിനക്ക് എന്നാടാ ഇത്ര പുച്ഛം? നിന്റെ കൂട്ട മേലനങ്ങി പണിയെടുക്കാതെ ഈ കള്ളവും തള്ളലുമായിട്ട് നടന്ന് കാശുണ്ടാക്കുന്നത് പോലെയാണ് ലോകത്തിലെ എല്ലാ സ്ത്രീകളും എന്ന് നീ വിചാരിക്കരുത്. നിന്റെ വീട്ടിൽ ധാരാളം വേലക്കാർ കാണും, അതുപോലെയല്ല എല്ലാ വീട്ടിലും. തള്ളു ബിജു, നീ ഈ സീരിയലിലും സിനിമയിലും കാണുന്നത് പോലെ ആടയാഭരണങ്ങൾ ഇട്ട് അണിഞ്ഞൊരുങ്ങി പട്ടുസാരി ഉടുത്ത് നിൽക്കാൻ എല്ലാ വീട്ടിലെയും സ്ത്രീകൾക്ക് കഴിയില്ല. അടുക്കളയിൽ കഷ്ടപ്പെടുന്നവരുടെ വസ്ത്രങ്ങൾ മുഷിയും. മാറിയുടുക്കാൻ ചിലപ്പോൾ ആവശ്യത്തിന് വസ്ത്രങ്ങൾ കാണില്ല. അങ്ങനെ മുഷിഞ്ഞ വസ്ത്രം ഉടുത്ത് നിൽക്കുന്ന സ്ത്രീകളുള്ള വീട്ടിൽ കയറാൻ തോന്നുന്നില്ല എന്ന് പറയുന്ന നീയാണോ യഥാർത്ഥ പാസ്റ്റർ? നീ ജനിച്ചത് അംബാനിയുടെയും അദാനിയുടെയും കുടുംബത്തിലാണോ? സ്വന്തം ഭാര്യമാരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും കഴിയാത്ത ഭർത്താക്കന്മാരുടെ കയ്യിലോട്ട് നീ ആയുധം പിടിപ്പിച്ചു കൊടുക്കുന്ന പരിപാടിയാണ് ഈ കാണിക്കുന്നത്. ഉത്തരവാദിത്തമില്ലാത്ത ഭർത്താക്കന്മാരുള്ള വീട്ടിൽ പല സ്ത്രീകളും അടുക്കളയിലും പറമ്പിലും ധാരാളമായി കഷ്ടപ്പെട്ടാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. അവരുടെ കയ്യിൽ നിന്നും ദശാംശം പിടിച്ചു പറിച്ച് മേടിച്ച് തിന്നുന്ന നിനക്കിതൊന്നും മനസ്സിലാവില്ല. അതുപോലെ തന്നെ ഒരാൾ 24 മണിക്കൂറും ചിരിച്ചുകൊണ്ട് നടക്കുന്നത് ഒരു ചിരിയായിട്ടും അതൊരു നല്ല കാര്യമായിട്ടും അതൊരു നല്ല ഗുണമായിട്ടും ഈ ലോകത്തിൽ തലയ്ക്ക് ശകലം വെളിയുള്ള ഒരാൾക്കും തോന്നത്തില്ല. എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാൾക്ക് എങ്ങനെ 24 മണിക്കൂർ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റും കണ്ടിന്യൂസ് ആയിട്ടെന്നുള്ളതാണ്. തള്ളു ബിജു, നിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ഭർത്താക്കന്മാരും കുഞ്ഞുങ്ങളും വീട്ടിലോട്ട് കഴിക്കാൻ വരുമ്പോൾ അവരുടെ മുമ്പിൽ നിന്ന് ഭാര്യമാരും അല്ലെങ്കിൽ അവരുടെ അമ്മമാരും ഒരു 1.5 മണിക്കൂർ ഒന്ന് ചിരിച്ച് കാണിച്ചാൽ മതിയോ? അവരുടെ വയറ് നിറയുമോ? ഈ ചിരിപ്പരിപാടി നിന്റെ വീട്ടിലും പിന്നെ നിന്റെ പുറകെ തലച്ചോറില്ലാതെ നടക്കുന്ന ചില അമ്മാമ്മമാരുടെ വീട്ടിലും നടക്കും, വേറെ ആരുടെ വീട്ടിലും നടക്കില്ല. അതുകൊണ്ട് തള്ളു ബിജുവിൻ്റെ തള്ളർ പ്രാർത്ഥനകൾക്ക് പോകുന്ന ഈ അമ്മാമ്മമാരോട് കൂടി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അങ്ങ് നിർത്തുകയാണ്. നിങ്ങൾ ഇവൻ്റെയൊക്കെ പ്രാർത്ഥനയ്ക്ക് ഈ കക്ഷത്തിൽ വെച്ചുകൊണ്ട് ഓടുന്ന ഈ വേദപുസ്തകം ഉണ്ടല്ലോ, വല്ലപ്പോഴും ഒന്ന് തുറന്നു നോക്കണം. ഈ പ്ലാസ്റ്റർ പറയുമ്പോൾ മാത്രം ആ വചനം എടുത്ത് വായിക്കാൻ മാത്രം ഇരിക്കരുത്. വല്ലപ്പോഴും ഒന്ന് വായിക്കട്ടെ, വിവരം വെക്കും. ഞാൻ ഈ പറയുന്ന ഒരു വാക്യം നിങ്ങൾ വായിക്കണം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 44-ാമത്തെ വാക്യം. ഈ വേദഭാഗത്തിൽ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ, നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കുലപാതകനായിരുന്നു. അവനിൽ സത്യമില്ല, സത്യത്തിൽ നിൽക്കുന്നുമില്ല. അവൻ ഈ ഭോഷ്കു പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ഭോഷ്കു പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു. നിങ്ങൾ ഈ വാക്യവും ഈ ബിജുവിൻ്റെ തള്ളലും വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവൻ സ്വന്തത്തിൽ നിന്നെടുത്ത് ഈ ഭോഷ്കു പറയുന്നത് ഏത് ആത്മാവിലാണ് എന്നുള്ളത്. ആ ആത്മാവിലാണ് നിങ്ങളും ആകുന്നത്. അതുപോലെ തന്നെ വിശുദ്ധ തിരുവചനം ഈ തള്ളുകൾ നടത്തുന്ന പാസ്റ്റർമാരോടും പാതിരിമാരോടും പറയുന്നുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം വായിക്കണം. അവിടെ ഇങ്ങനെ പറയുന്നു: നിങ്ങളോ വമ്പു പറഞ്ഞു പ്രശംസിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളോ തള്ളു പറഞ്ഞു പ്രശംസിക്കുന്നു. ഈ വക പ്രശംസയെല്ലാം ദോഷമാകുന്നു. ഇതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ പറയുന്ന ഈവിൾ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ അമ്മാമ്മമാരോട് പറയാനുള്ളത്, വെറുതെ ഇതുപോലെയുള്ള തള്ളു പാസ്റ്റർമാരെയും പാതിരിമാരെയും ഒക്കെ ന്യായീകരിച്ച് മുന്നോട്ട് വന്നിട്ട് ഞങ്ങളെ തെറി വിളിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. നിങ്ങളൊക്കെ ചിന്തിക്കുക, ഇത് ഏത് ആത്മാവിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുള്ളത്. കേൾപ്പാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.